ഉണ്ണിമാമയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അത്രയും വഴിയാക്കി വെച്ചിട്ട് ഉണ്ണിമാമ വരുന്നേ. ഞങ്ങൾ എന്നെ ഇപ്പൊ ഒരു വഴിയാക്കിയതുകൊണ്ട് ഉണ്ണിമാമ ഇപ്പൊ ഇല്ലാതായത്. ഒരു സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് പറ്റുമ്പോ തോന്നുന്നു, എന്ത് എന്റെ ഈ കൈകൾ കൊണ്ട് നിന്റെ ഉണ്ണിമാമ എത്രയായി 140 രൂപ. ഇല്ല കേട്ടോ 500 ഓ ശരി. മക്കളെ ഉണ്ണിമാമത്തി. പിന്നെ ശാരദ, സുമതി, കാർത്തികേയൻ, രമണി അവരൊക്കെ ഇവിടെ പന്തിയൊക്കെ കഴിഞ്ഞായിരുന്നോ? എല്ലാവരും അവിടെ ഉണ്ട്. ഉണ്ണിമാമ എന്താ ഇവിടെ? താലൂക്ക് ആശുപത്രിയാ? അപ്പൊ നീ എന്നെ കൊണ്ടുപോയില്ലേ? നിങ്ങൾ താലൂക്ക് ആശുപത്രി അല്ല പറഞ്ഞു. നിങ്ങൾ താലൂക്ക് ആശുപത്രി പോകണം, താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞു. നിങ്ങൾ മണ്ഡപത്തിൽ പോകുന്ന ആളല്ലേ? എടാ താലൂക്ക് ആശുപത്രിയുടെ അടുത്തല്ലേ മണ്ഡപം? ഈ മണ്ഡപത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതല്ലേ താലൂക്ക് ആശുപത്രി പറഞ്ഞത്? എങ്കിൽ പിന്നെ മണ്ഡപം താലൂക്ക് ആശുപത്രി എന്നും പറയണം. ഈ പഞ്ചായത്തിൽ 5 മണ്ഡപമുണ്ട്. താലൂക്ക് ആശുപത്രി ഒന്നേ ഉള്ളൂ. അവിടെ അടുത്തുള്ള മണ്ഡപമാണ് ഈ മണ്ഡപം. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. ഈ മക്കളെ ഇത് ആദ്യമായിട്ടാണ് കേട്ടാ ഒരാളെ കല്യാണത്തിന് വിളിച്ച് അവിടെ വന്നില്ലെങ്കിൽ കല്യാണം പറഞ്ഞ് പെണ്ണ് വെളിയിൽ ഇറങ്ങി ആളെ പോയി തപ്പിക്കൊണ്ട് വരുന്നത്. സത്യം ഇതൊക്കെ പറഞ്ഞിട്ടല്ലോ സ്വകൃത്തം. ക്ഷയം വരുന്നില്ലേ? എനിക്കുണ്ട്. ഉണ്ണിമാമോട് മാത്രം പറയാനുള്ള ഒരു കാര്യം. അനുഗ്രഹം വേണോ? അനുഗ്രഹം വേണോ? അതല്ല, അനുഗ്രഹം തന്നിരിക്കുന്നു. നിന്റെ അനുഗ്രഹം വണ്ടിയാണ് ഞാൻ അതുകൊണ്ട് നടക്കണല്ലേ. ഒരു പ്രായമായുള്ള അനുഗ്രഹം. അങ്ങനെയാണെങ്കിൽ നീ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോയി ചരട് വാങ്ങി ജപിച്ച് ആരെ കെട്ട്. അതൊക്കെ ഞാൻ കെട്ടിക്കോളാം. ഇത് ഞാനാ ഇതൊക്കെ. ഉണ്ണിമാമ ഞാൻ എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്ക് ഉണ്ണിമാമോട് മാത്രമേ പറയുള്ളൂ. ഉണ്ണിമാമ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്നാ. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. ഈ കല്യാണത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല ഉണ്ണിമാമ. മാമേ ഉണ്ണിമാമേ, നിന്റെ അച്ഛൻ വിശ്വംബരം അറിഞ്ഞാണ്ടല്ലോ എന്റെ പെടലുവാക്കി തരും. നിനക്ക് അറിഞ്ഞൂടാ അവന്റെ അടി. ഉണ്ണിമാമ മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ണിമാമ മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് വേറെ ഇറടക്കട്ട പെണ്ണിന്റെ കാര്യം എന്തിനു വേണം നിനക്ക്? എനിക്ക് ഈ കല്യാണത്തിന് ഒരു തരി ഇഷ്ടല്ലേ ഉണ്ണിമാമ. ഒട്ടും ഇഷ്ടമില്ല. ഞാൻ 100 പ്രാവശ്യം അച്ഛനോട് അമ്മോട് പറഞ്ഞതാ. എനിക്കൊരാളായിട്ട് ഇഷ്ടമുണ്ട്. 4-5 കൊല്ലായിട്ടുള്ള സ്നേഹ, തങ്കപ്പെട്ട സ്വഭാവ, അത്ര നല്ല മനുഷ്യനാ. എനിക്ക് ആളുടെ കൂടെ പോവാൻ പറ്റുള്ളൂ ഉണ്ണിമാമ. ആളെന്നെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ അച്ഛൻ വിഷം പറഞ്ഞ പ്രശ്നമാവും. ഞാൻ നടത്തി തരാം. സത്യം പറയും. സത്യം നടത്തി തരാം. വാക്ക് പറ ഉണ്ണിമാമ. മോളം ഇഷ്ടം നടത്തി തരും. പയ്യാരാണ് ഉണ്ണിമാമ. ആളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടും പറഞ്ഞോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടും പറഞ്ഞോ. പെട്ടില്ലെങ്കിലോ? ആളിവിടെ അടുത്തുണ്ട്. സുശീലേട്ടൻ. ഉണ്ണിയമ്മ സുശീലേട്ടൻ ഇവിടെ. ഉണ്ണിയമ്മ ഇവിടെ. സുശീലേട്ടൻ ഉണ്ണിയമ്മ. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ എറണാകുട്ട കാണിച്ച പരിപാടി എന്താണെന്ന് എന്റെ മരുമോളെ കിട്ടാൻ നിനക്ക് എന്താണ് യോഗ്യത? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോ നടക്കണോ? മൊബൈൽ പോക്കറ്റില് അതിനകത്തുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഇത് കൂടായി മക്കളെ നിനക്കറിഞ്ഞു. ഞാൻ ഈ ഓട്ടോയിൽ കയറാൻ വന്നപ്പം എന്റെ അടുത്ത് പറഞ്ഞു എന്തെന്നറിയാം പോയി കയറാൻ പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ ഓട്ടിക്കാൻ പറ്റുമോ? അതല്ല, പിന്നെ ഞാൻ മുമ്പ് പോയി മുമ്പ് കിടക്കുന്ന ഓട്ടോയിലല്ലേ കൊച്ചെ പോകാൻ പറ്റുമോ? അതല്ല, മാമന്റെ ഷർട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അത് ഞാൻ PCR കൊടുക്കാൻ വേണ്ടി പിടിച്ചില്ലേ? PCR അല്ല CPR. ചാവാൻ കിടക്കുകയാണ് തിട്ടാൻ നിൽക്കുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇല്ല നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. നീ ഞാൻ വന്നപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഈ പുള്ളി ഇവിടുന്ന് മരുന്ന് ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നില്ല കുടുംബത്തിൽ പറഞ്ഞ തറവാട്ടിൽ പറഞ്ഞ ഒരു ഐശ്വര്യമുള്ള ഒരു പ്രായമുള്ള ഒരാളാണ്. കണ്ട് എന്റെ അടുത്തെത്താനും BP ഉണ്ടെങ്കിൽ കയറി. BP ഇല്ലേ? കൊളസ്ട്രോൾ ഇല്ലേ? ഇല്ല. ഷുഗർ ഇല്ലേ? ഇല്ല. പിന്നെ എന്തോ ഉള്ള വാദം തലക്കേറി. അപ്പൊ അങ്ങനെ തലക്കേറി ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? വീഴാതെ ഞാൻ പിടിച്ച് ഭാഷയും പെടുത്തി എന്റെ അടുത്ത് ഇറക്കരുത്. വാദം കയറി ആരും ബോധക്കെട്ട് പിടിച്ചില്ല. കാലുപിടി കാലുപിടിച്ച് കല്യാണം നടക്കുന്നത്.